ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൺ സൈഡഡ് ഹാൻഡ് എംബ്രോയ്ഡറി കുർത്തി ഡിസൈനാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ലൂപ്പ് ചെയിൻ സ്റ്റിച്ചാണ്. അതുപോലെ സ്റ്റെംസ്, ലീവ്സ് ഒക്കെ ഇവിടെ എൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വൈറ്റിൽ റെഡ്, ഗ്രീന്, പിങ്ക് കോമ്പിനേഷനിൽ വരുന്നൊരു കുർത്തി ഡിസൈനാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ കുർത്തി വരുന്നത്. വൺ സൈഡിലായിരിക്കും ഫ്ലവർ വർക്ക് വരുന്നത്. എന്നിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് സെൻറ്ററിലേക്കും ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഈ 4 കളറുള്ള ത്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ആ ഡിസൈന് ഇതുപോലെ ക്ലോത്തിലും വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നത്. ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ത്രെഡ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് നീഡിൽ കുത്തിയെടുക്കുകയാണ്. ഇതേപോലെ കുത്തിയെടുത്ത ശേഷം ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ത്രെഡ് നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ ചെയ്യുക. എന്നിട്ട് ഇനി ഈ ചെയിനില്ലേ, ഈ ചെയിൻ്റെ ഉള്ളിലൂടെ നമ്മൾ 5 ലൂപ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തിയെടുക്കുക. എന്നിട്ട് അതൊരു ലൂപ്പായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. ആ ലൂപ്പ് നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ സൈസില്ലേ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും മതി എനിക്ക്. അപ്പോൾ അതേപോലെ ഒരെണ്ണം ചെയ്ത് ഇനി ഇതേപോലെ 4 എണ്ണം കൂടെ ലൂപ്സ് ഞാൻ ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ 5 ലൂപ്സ് ചെയ്തെടുത്തു. 5നും ഒരേ സൈസാണോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇനി നമ്മൾ ഈ ലൂപ്സിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെ ഇടയിലൂടെ വേണം നമ്മൾ ഇതേപോലെ നീഡിൽ കടത്തിയെടുക്കണം. എന്നിട്ട് ഇത് വേണ്ട ഇതേപോലെ പിടിച്ചിട്ട് ഈ ത്രെഡില്ലേ, ഈ ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക. അപ്പോൾ അതൊരു പെറ്റൽ പോലെ വന്നു, പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ആ സൈസിനനുസരിച്ച് നീഡിൽ ഇതേപോലെ കുത്തി കൊടുക്കണം. അടുത്ത പെറ്റിൽ ചെയ്യാൻ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ലൂപ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആ ഫ്ലവറിൻ്റെ സൈസില്ലേ അതിനനുസരിച്ചുള്ള പെറ്റൽസ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം.
പെറ്റൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ ലീഫും സ്റ്റെമ്മും കൂടെ ഒന്നിച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ ചെയ്യുന്ന ലീഫാണ്. ലീഫ് ഞാനിവിടെ ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഇതേപോലെ ത്രെഡ് എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ ആ പോയിൻറ്റിലേക്ക്, അപ്പുറത്തെ പോയിൻറ്റിലേക്ക് ഇതേപോലെ കുത്തിയിട്ട് ഈ ത്രെഡ് ഇതിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് നമ്മൾ ആദ്യമേ ഒരു ലേസി ഡേസി ചെയ്യും. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ലേസി ഡേസിയാണ് ചെയ്തേക്കുന്നത്, ഇനി തൊട്ട് താഴെ ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോർഷനിലാണ് ഞാൻ നീഡിലെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുത്തിയിട്ട് താഴേക്ക് കുത്തുവാണ്. അപ്പോൾ അതൊരു വി പോലെയാണ് വരുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ സ്റ്റെം ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പിടിച്ചിട്ട് ബാക്കി നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. റെഡ് ഫ്ലവർ ചെയ്ത പോലെ തന്നെ നമ്മൾ പിങ്ക് ഫ്ലവറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുവാണ്. നമ്മുടെ കുർത്തി കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് വന്നേക്കുന്നത്. വൈറ്റിൽ റെഡ് പിങ്ക് ഗ്രീൻ കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫ്ലവേഴ്സ് ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഫ്ലവേഴ്സ് അല്ല ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ സാരിയിലോ ബെഡ്ഷീറ്റിലോ ഒക്കെ ഈ ഫ്ലവർ ഡിസൈൻ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.